അതുപോലെ ഇന്ന് നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യത്തെ 9 വാക്യങ്ങൾ, 10 വാക്യങ്ങൾ, ആദ്യത്തെ 10 വാക്യങ്ങൾ. ഈ 10 വാക്യങ്ങൾ ഞാൻ മുഴുവൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം തീരും, അതുകൊണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല. അതിൽ ചില വാക്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാം. 5-ാം വാക്യം പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അപ്പം നമ്മളത് ചെയ്യണമെന്നവിടെ കാണുന്നു. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പോൾ അനുസരണം കെട്ടവരുടെ മേൽ എന്ത് വരും? ദൈവകോപം വരും എന്നുള്ളതിനാൽ ഈ വിധ അവയവങ്ങളൊന്നും ഫങ്ഷൻ ചെയ്യാൻ പാടില്ല. ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കരുത്? ദുർനടപ്പ് എന്ന അവയവം പ്രവർത്തിക്കരുത്, അശുദ്ധി എന്ന അവയവം പ്രവർത്തിക്കരുത്, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളൊന്നും പ്രവർത്തിക്കരുത്. അത് മരിച്ചിരിക്കണം, അത് ഡെഡായിരിക്കണം. ഇത് പ്രവർത്തിക്കാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. അതിലേക്ക് നമുക്ക് വരാം. ഇനി താഴോട്ട് വരുമ്പോൾ, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ട് കളയുവിൻ. അപ്പോൾ ഇതെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മരിപ്പിപ്പിൻ, അവയവങ്ങൾ ഇനി ഫങ്ഷൻ ചെയ്ത്. മരിപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ അവയവങ്ങൾ ഫങ്ഷൻ ചെയ്തത്. ഈ ഭൂമിയിലെ അവയവങ്ങൾ ഫങ്ഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പഴയ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടുകയും അന്യോന്യം ഭോഷ്ക് പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പൊ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? പഴയ മനുഷ്യൻ ഭോഷ്ക് പറയും, കോപിക്കും, ക്രോധം ഉണ്ടാകും. കോപവും ക്രോധവും എന്താണ്? കോപം എന്ന് പറയുന്നത് നമുക്ക് പാപമില്ലാത്ത കോപമുണ്ട്. പാപമില്ലാത്ത കോപം എന്നാണ് കോപിപ്പിൻ, എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. അപ്പം പാപം ആക്റ്റീവ് സിൻ ഇല്ലാത്ത, പാസീവ് സിൻ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഉണ്ട്. നമ്മൾ നല്ലതാന്ന് വിചാരിക്കുന്ന ഒരു പ്രവൃത്തിയിലും പാസീവായിട്ട് സിൻ ഉണ്ട്. എന്നാൽ ആക്റ്റീവ് സിൻ ഇല്ലാത്ത കോപമുണ്ട്, പക്ഷെ അത് ആ കോപം പാപത്തെ പ്രവർത്തിക്കരുത്. ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അടങ്ങുന്ന പാപം ക്ഷമിക്കപ്പെടാതെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ക്രോധമാണ്. കോപം ക്രോധമായും ഈർഷ്യയായും മാറി പിന്നെ അതെന്താവും? ദൂഷണവും ദുർഭാഷണവുമായിട്ട് മാറും. തുടങ്ങുന്നത് കോപത്തിൽ നിന്നാണ്. അത് സോൾവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ക്രോധമായി മാറും. ഈർഷ്യയായിട്ട്, ക്രോധം വളർന്നത് ഈർഷ്യയായിട്ട് മാറും. പിന്നെ അത് ആ ആൾക്കെതിരെയുള്ള ദൂഷണമായിട്ട് മാറും. പിന്നെ നമ്മുടെ വായിൽ നിന്ന് അവരെ കുറിച്ചോ അല്ലെ മറ്റുള്ളവരെ കുറിച്ചുള്ള ദുർഭാഷണങ്ങൾ വരാൻ തുടങ്ങും. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കോപമാണ്. അപ്പോൾ ആത്മീക മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ വക കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അതായത് അവന്റെ അവയവങ്ങൾ മരിച്ചിരിക്കുന്നുണ്ട്, ഭൂമിയിൽ അവയവങ്ങൾ മരിച്ചിരിക്കുന്നുണ്ട്, ഇത് ഫങ്ഷൻ ചെയ്യുന്നില്ല. 10-ാം വാക്യത്തിൽ പറയുകയാണ്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പം പുതിയ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. പുതിയ മനുഷ്യന്റെ പ്രത്യേകത, പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കൂടിയാണ്. പുതുതായി ഒരിക്കൽ സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല, അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെയാണ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലാണ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ പുതുക്കപ്പെടുന്നത് ഒരു ബെറ്റർ സിസ്റ്റത്തിലേക്കല്ല, ഒരു ബെറ്റർ കാഴ്ചപ്പാടിലേക്കല്ല, കുറച്ചുകൂടെ നല്ല ഒരു വ്യവസ്ഥയിലേക്കല്ല, ക്രിസ്തുവിലേക്കാണ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്കാണ് പുതുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ അതിൽ യവനനും യഹൂദനൊന്നുമില്ല, ശകന്ദാസനൊന്നുമില്ല, സ്ത്രീ പുരുഷനില്ല, ബർബരനില്ല, ആരുമില്ല. എല്ലാവർക്കും ഒരേ റൂളാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധരിപ്പിൻ, നിങ്ങൾ ചെയ്യുവിൻ. 14-ാം വാക്യത്തിൽ പറഞ്ഞ എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഇതെല്ലാം നമ്മോടുള്ള കൽപ്പനകളായിട്ടാണ് പറയുന്നത്. മരിപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങൾ ഫങ്ഷൻ ചെയ്യാതെ വണ്ണം നിങ്ങൾ അതിനെ ദുർബലമാക്കുവിൻ, മരിപ്പിപ്പിൻ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറയുന്ന പൗലോസ് ഇതിനുള്ള വഴി പറയുന്നത് ഇതിനു മുൻപാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരിക്കൽ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, കൊളോസ്യ ലേഖനം 2-ന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഡൂസ് ആൻഡ് ഡോൺസിലൂടെ അല്ല നമ്മൾ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നത്. ഡൂസ് ആൻഡ് ഡോൺസിലൂടെ അല്ല. നിങ്ങൾ അത് ചെയ്യരുത്, കോപിക്കരുത്, ക്രോധം ചെയ്യരുത്, വേണ്ട ക്രോധം വരരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നടക്കില്ല. അപ്പൊ ഡൂസ് ആൻഡ് ഡോൺസിലൂടെ അല്ല, തുടരുത്, പിടിക്കരുതെന്നുള്ള നിയമങ്ങളിലൂടെ അല്ല, അരുതുകളിലൂടെയും കൽപ്പനകളിലൂടെ അല്ല നമുക്ക് ഇത് സാധിക്കുന്നത്. ഏത് സാധിക്കുന്നത്? ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളും നമ്മളിൽ വരരുതെന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്, ശരി ഇന്നത്തോടെ എടുത്ത് കളഞ്ഞേക്കാം. നേരത്തെ റെൻസൺ ബർഗ് സാക്ഷ്യം പറഞ്ഞ പോലെ ഇന്ന ദിവസം തൊട്ട് നന്നായേക്കാം, ഉരിഞ്ഞു കളയാൻ പോവാ, അതാ ഞാനിതാ ഉരിഞ്ഞു കളയുന്നു. പക്ഷെ അങ്ങനെ
കളയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൗലോസ് ഡിസ്കഷൻ ആരംഭിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ മരിപ്പിക്കൽ എന്ന പ്രോസസ്സ് നടക്കുന്നത്? അതിനുള്ള വഴിയാണ് കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക് നോക്കുവിൻ എന്നാണ്. എപ്പോഴും ഉയരത്തിലേക്ക് നോക്കുവിൻ. നമ്മൾ ഇരിക്കുന്നത് സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ വലതുഭാഗത്തായിരിക്കുന്നതിനാൽ നമ്മളൊരു തേജസ്സിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നതിനാൽ നമ്മൾ എപ്പോഴും ഉയരത്തിലേക്ക് നോക്കി 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 ഈ അവയവങ്ങളെ മരിപ്പിക്കുന്നതാണ്. അതായത് when you continuously look unto the Lord and the glory that's promised to us, വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു നോട്ടത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ അവയവങ്ങൾ മരിക്കുക. അപ്പൊ എങ്ങനെ നമ്മുടെ അവയവങ്ങൾ, ലോകത്തിലെ അവയവങ്ങൾ മരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടി മരണത്തിന്റെ പങ്കാളിത്തത്തിലൂടെയാണ് അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഫെയ്ത്തിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പഴയതിന്റെ മരണവും പുതിയതിന്റെ എടുക്കലും, പുതിയതെടുത്ത് മാറ്റുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം പ്രവൃത്തികളാണ്. പ്രവൃത്തികളല്ല, ഇറ്റ്സ് എ ക്യാരക്ടർ ഫോർമേഷനാണ്. ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമുക്കുണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ മരിപ്പിക്കും? ഞാനിതാ മരിപ്പിക്കുന്നു പറഞ്ഞാൽ മരിക്കും. ഓക്കെ, അത് ശരിക്കും നമ്മൾ ഉയരത്തിലേക്ക് തന്നെ നോക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് കോപം, ക്രോധം, അതുപോലെ ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം ഇതെങ്ങനെ ഉണ്ടാകുന്നു? നിങ്ങൾക്ക് ആരോടെങ്കിലും കോപമുണ്ടോ എന്ന് ആലോചിച്ച് ഒരു നിമിഷം ആലോചിച്ചു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച ഒന്നും കിട്ടില്ല, ഒരാളെയും കിട്ടില്ല. കാരണം ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഭക്തരായിട്ടിരിക്കും. ഇത് കഴിഞ്ഞൊരു 24 hours കഴിഞ്ഞ് നാളെ ഈ സമയത്ത് സ്വസ്ഥമായിട്ടിരുന്നിട്ട് ആരോടെങ്കിലും ഒക്കെ കോപം ഉണ്ടോ എന്ന് ആലോചിച്ച് കുറെ പേരെ കാണും. എന്നിട്ട് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഉയരത്തിലേക്ക് നോക്കും. ഉയരത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ മനുഷ്യനിലും എന്നിലും ഉള്ള പാപത്തിന്റെ മെഷർ സെയിം ആണെന്നും കർത്താവ് അവനെ രക്ഷിച്ചാലേ അവന് നന്നാവുള്ളൂ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ കുറിച്ച് പരദൂഷണം അല്ലെ ദൂഷണം പറയാൻ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അയാൾക്ക് വെച്ചിരിക്കുന്ന ടാർഗറ്റ് അയാൾ റീച്ച് ചെയ്യുന്നില്ല അല്ലെ? അതുകൊണ്ടല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാളുടെ കുറ്റം പറയുന്നത്? ഞാൻ അയാൾക്ക് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അയാൾ അത്ര എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് കുറ്റം പറയാതിരിക്കാൻ എങ്ങനെ പറ്റും? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെ കുറ്റം പറയുന്ന ആളെ ഒന്ന് വെച്ച് നോക്കിയാൽ, നിങ്ങൾ അവരെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ, ആ ലെവൽ നിങ്ങൾ വരച്ചു കൊടുത്തിരിക്കും. ഇത്രയെങ്കിലും നീ ചെയ്യണ്ടേ, അവിടെ അയാൾ എത്തിയിട്ടില്ല. അപ്പൊ അതെന്തായി മാറി? അത് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയായി, നമ്മുടെ സ്വയനീതി അയാൾ ദൂഷണം പറയുന്നതിനെ ഇടയാക്കി മാറ്റുക ചെയ്യുന്നത്. എല്ലാ കുറ്റം പറച്ചിലിനകത്തും അതുണ്ട്. എല്ലാ കുറ്റം പറച്ചിലിനകത്തുണ്ട്. പലതരത്തിലുള്ള കുറ്റം പറച്ചിലുകളുണ്ട്. ഒന്ന് വിശുദ്ധ കുറ്റം പറച്ചിലാണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇതെല്ലാം വരുന്നത് ഈ വിശുദ്ധന്മാരുടെ കുറ്റം പറച്ചിൽ ഭയങ്കര പ്രശ്നമാണ്. സഭയ്ക്കകത്ത് എല്ലാം ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ വിശുദ്ധന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്. അത് ഭയങ്കര സ്റ്റൈലായിട്ട് അവർ പറയുന്നത്, നമ്മൾ സാധാരണ മനുഷ്യർ പറയുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ ലാക്ക് ഓഫ് ഹംബിൾനെസ് ആണ്. നമുക്ക് കർത്താവിലേക്ക് നോക്കിയിട്ട്, ആ ഉയരത്തിലേക്ക് നോക്കിയിട്ട് ഭൂസംബന്ധമായ നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കുറിച്ചും ഒരു പരാതിയും ഇല്ലാതെ നമുക്ക് വിശുദ്ധമായി കർത്താവിനെ നോക്കാനും അതേ സ്നേഹത്തോടെ മറ്റുള്ളവരെ നോക്കാനും പറ്റും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാതെ നമ്മൾ ഈ ബുദ്ധി കൊണ്ട് ഇത് സാധിക്കാൻ ശ്രമിച്ചാൽ ഒരു പരാക്രമമായി അത് അവസാനിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളുടെ ദൂഷണം നമ്മൾ എങ്ങനെയാ വരുന്നത്? ഈ രണ്ട് തരത്തിലുള്ള പാപങ്ങളെ കുറിച്ച് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് അധാർമികമായ പാപം, അതായത് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ഉയരത്തിലേക്ക് നോക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്. പേഴ്സണൽ ഹോളിനെസിനെ കുറിച്ചാണ്. കൂടുതലും ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, അതായത് എല്ലാറ്റിനോടും പാഷനേറ്റ് ആകുന്ന ഒരവസ്ഥ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫോർണിക്കേഷൻ, വിവാഹത്തിന് വെളിയിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, ആസക്തികൾ, അൺക്ലീൻനെസ്, അശുദ്ധി, ഇന്നോർഡിനേറ്റ് അഫെക്ഷൻ, അതായത് ഭൂമിയിലുള്ള കാര്യങ്ങളോടുള്ള അനുവദനീയമല്ലാത്ത ഇഷ്ടങ്ങൾ, ഈ വക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ദുർമോഹങ്ങൾ അവർ പറയുന്നത് ഈവിൽ കോൺക്യുപിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമോഹം, അനുവദനീയമല്ലാത്ത കാര്യങ്ങളെ മോഹിക്കുന്നത്. കവച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ആദ്യം 5-ാം വാക്യത്തിൽ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മുടെ ഹോർമോണുകളെ സംബന്ധിക്കുന്ന നമ്മുടെ ശാരീരികമായ അധർമ്മങ്ങൾ, സ്വഭാവത്തിൽ നിന്ന് വരുന്ന അധർമ്മങ്ങൾ. എന്നാൽ മറ്റൊന്ന് നമ്മുടെ നീതിയിൽ നിന്ന് വരുന്ന അധർമ്മമാണ്. നീതിയിൽ നിന്ന് വരുന്ന അധർമ്മം എങ്ങനെയാണ്? മറ്റുള്ളവരോട് കോപിക്കുന്നത്, അവരുടെ ക്രോധം വെച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതെല്ലാം നമ്മുടെ നീതിയിൽ നിന്ന് വരുന്നതാണ്. ഒന്ന് നമ്മുടെ
ദുഷ്ട സ്വഭാവത്തിൽ നിന്ന്, അതായത് അധർമ്മം നിറഞ്ഞ സ്വഭാവത്തിൽ നിന്ന് വരുന്നു. മറ്റൊന്ന് പലപ്പോഴും നമ്മുടെ നീതിയിൽ നിന്ന് വരുന്നതുമാണ്. അതായത് തിന്മയായാലും നന്മയായാലും പഴയ മനുഷ്യൻ ചീത്ത മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അതിനെ നമുക്ക് 1 by 1 ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ അവയവങ്ങൾ മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സോ പോൾ ഈസ് പുഷിങ് us ടുവേർഡ്സ് എ ഡെത്ത്. ക്രിസ്തുവിനോടുകൂടിയുള്ള മരണത്തിലേക്കാണ് പൗലോസ് അവിടെ നമ്മളെ പുഷ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അശുദ്ധി എന്ന് പറയുന്ന കഴിഞ്ഞിട്ടും ഒന്നാമത്തെ ഭാഗമാണ് അശുദ്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മൾ വായിക്കുന്നത് 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നൊരു ദൂഷണം, ദുർഭാഷണം, അന്യോന്യമുള്ള ഭോഷ്ക്. അപ്പോൾ ഇതെല്ലാം പോകണമെങ്കിൽ ആ പഴയ മനുഷ്യനെ അതിന്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞു കളയണം. മറ്റുള്ളവരെ വിധിക്കുന്ന ആ പഴയ മനുഷ്യൻ മാനുഷികമായ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മറ്റുള്ളവരെ അളന്നു നോക്കുന്നു, മെഷർ ചെയ്ത് നോക്കുന്ന ആ പഴയ മനുഷ്യൻ. അല്ല, അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്കൊരു ചർച്ചിലേക്ക് വരുന്ന ആളല്ലേ, ചർച്ചിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു മിനിമം മര്യാദകളൊക്കെ വേണ്ടേ? അപ്പൊ നമ്മളൊരു നിലവാരം വെച്ചിട്ടുണ്ട്. ആ നിലവാരത്തിലേക്ക് എത്താത്തവരെല്ലാം നമ്മളൊരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ കുറ്റം പറയുന്നതെന്ന് അറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. സിസ്റ്ററെ, ബ്രദറെ, ഞാൻ പറയുന്ന ആരോടും പറയല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതല്ല ഒന്നാമത്തെ വഴി. നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്യുന്നതായിട്ട് കണ്ടാൽ അത് രണ്ടാമതൊരാളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ല ബൈബിൾ പറയുന്നത്. നേരെ ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുകയാണ് വേണ്ടത്. അയാളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുകയും അയാളോടത് പറയാൻ പറ്റാതെ വേറൊരാളോട് എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ആത്മീകമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആത്മീകമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? രണ്ടുപേര് ചർച്ച ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമനെ കുറിച്ചാണെങ്കിൽ ആ മൂന്നാമനത് അറിഞ്ഞിരിക്കണം. വിശ്വാസിയാണെങ്കിൽ, അവിശ്വാസികളാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് ഇപ്പം ഒരാളെ നിങ്ങൾ തെറ്റായിട്ട് കാണുന്നു എന്ന് വിചാരിച്ചു, ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങൾ ആളെ കൺഫ്രണ്ട് ചെയ്യാവുന്നതാണ്. സഹോദര, സഹോദരി, ഇങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിന് മുമ്പിൽ വരുന്നു, ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വാട്ട് റിയലി ഹാപ്പൻ? ഫസ്റ്റ് തിങ്. 2, നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ, നിങ്ങളുടനെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പറയാണ്, ഇന്നാരെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്, ഒന്ന് സംസാരിക്കണം. ഓക്കെ, ഇനി എന്നിട്ട് മൂപ്പന്മാര് പറഞ്ഞിട്ട് നടക്കുന്നില്ല എന്ന് വിചാരിച്ചു, അപ്പൊ നമുക്ക് പറയാം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇടപെടാം. അതിന് വേറെ വഴികളുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് അതിനെ ഞാൻ ഈ വിശുദ്ധ കള്ളങ്ങൾ എന്ന് പറഞ്ഞു, അതായത് വിശുദ്ധ ദൂഷണങ്ങൾ. മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധന്മാർ അങ്ങനെയാണ്, അവർ നന്നാകാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് കൂടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവരോട് പറയുന്നില്ല. ഓക്കെ, അവരോട് പറയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ശരിക്കും ഭാരമില്ല എന്നാണ്. ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ആത്മീകമായ ഭാരമില്ല. ആത്മീകമായ ഭാരമുണ്ടെങ്കിൽ ആ ആളോട് തിരുത്തിയിരിക്കണം. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നറിയിപ്പായിട്ട് പറയാണ്, നിങ്ങളോട് ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞു അവരോട് പറയുക, ഞാനിത് നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ അയ്യോ ചോദിക്കല്ലേ എന്ന് പറയുവാണെങ്കിൽ വിചാരിച്ചോ, ഇവർ ദൂഷണം പറയുന്ന ആളാണ്. ഓക്കെ, ദൂഷണം പറയുന്ന ആളാണ്. മറ്റേ ആൾ നന്നാകണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് പറയാൻ പേടിയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നുമില്ല. ദാറ്റ് മീൻസ് ഇത് പ്യുവർ ദൂഷണമാണ്. ഇതിനെ വേർതിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള ഇടർച്ചകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് ഞാൻ ഇത് പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വേണ്ട എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് വാസ് മെന്റ് ഓൺലി ആസ് എ ഗോസിപ്പ്. അത് ആള് നന്നാകാൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ കരുതിക്കണം. അല്ലെങ്കിൽ അത് മൂപ്പന്മാരുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉത്സാഹിക്കണം. സഭയുടെ അകത്തെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ശരിയായ ഹംബിൾനെസ്സിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആളുകൾ മാനസാന്തരപ്പെടണമെന്ന ആഗ്രഹം, ഉയരത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരാൾ ഉയരത്തിലേക്ക് നോക്കി സഹോദരനെ നോക്കി കഴിയുമ്പോൾ അവനെക്കുറിച്ചുള്ള ആകെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ദൂഷണം സ്പ്രെഡ് ആവണമെന്നാണോ? അല്ല. അവൻ മോശമാണെന്ന് 4 പേർ അറിയട്ടെ എന്നാണോ? അല്ല. അവൻ നന്നായേ പറ്റുള്ളൂ. കൺഫ്രണ്ട് ഹിം, ഗോ ഡയറക്ട്ലി ടു ഹിം. അതെന്തുകൊണ്ടാണ്? ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഞാനും അവനും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച ഒരു ഫ്രീ ചർച്ചാണ്. ഫ്രീ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാതൊരുവിധ കൂട്ടായ്മകളെ നമ്മൾ തടയുന്നില്ല. അവിടെ എല്ലാമുള്ള കോൺവെർസേഷൻസിനെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മുടെ ലൈഫിലെ ഓരോ ലൈഫ് സിറ്റുവേഷൻസിലും നമ്മുടെ വിജയം എന്ന് പറയുന്നത്, വിടുതൽ എന്ന് പറയുന്നത്, നമ്മൾ എന്തുമാത്രം കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നുള്ളതും ഉയരത്തിലെ തേജസ്സിനെ നോക്കുന്നു എന്നുള്ളതുമാണ്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ, നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നിരാശരും നമ്മൾ ആശ്രയമില്ലാത്തവരുമായിട്ട് മാറും. വീണ്ടും വീണ്ടും പാപത്തിലേക്ക് നമ്മൾ നിബന്ധിച്ചു പോകും, വീണുപോകും. എന്നാൽ ഉയരത്തിലേക്ക് നോക്കി, കർത്താവിന്റെ മഹത്വത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ, സ്വർഗത്തിലെ തേജസ്സിനെ നോക്കുവാൻ, ഈ ഭൂമിയിൽ അവയവങ്ങൾ മരിച്ചു എന്ന ഫെയ്ത്തിലേക്ക് വരുവാൻ, അതിനുവേണ്ടി വില കൊടുക്കുവാൻ
കഠിനാധ്വാനം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മളിൽ സംഭവിക്കുന്ന ക്യാരക്ടർ ചേഞ്ചാണ്. ആ വാക്യങ്ങൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം വാക്യം ഞാൻ വായിച്ചല്ലോ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് താഴോട്ട് വരുമ്പോൾ പറയാണ്, ഞാൻ ഇന്ന് പറയാൻ സമയമില്ല, വിൽ സീ അനദർ ടൈം. 12-ാം വാക്യം, അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരുമായി. ഇത് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളെല്ലാം ആത്മാവുള്ളവർ തന്നെയാണ് മിക്കവാറും ആൾക്കാരെല്ലാം. അതുകൊണ്ട് ഞാനിത് വിശദീകരിക്കേണ്ട പോലും കാര്യമില്ല. 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, ദീർഘക്ഷമ, സൗമ്യത എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഉയരത്തിലേക്ക് നോക്കിയുള്ള ബന്ധമാണ്. ഉയരത്തിലേക്ക് നോക്കിയുള്ള ബന്ധമാകുമ്പോൾ മറ്റൊരാൾ രക്ഷപ്പെടണമെന്ന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ. അയാൾ മോശമായി കാണപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ദുഷിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ല. നമ്മുടെ ഉള്ളിൽ വേറൊരാൾ ദുഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അയാളോട് നേരിട്ട് പറയുന്നുമില്ല. എന്നാൽ ഇതൊരു വിശുദ്ധ പാപമായി നമ്മളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സാധാരണ ഇങ്ങനെ മോറൽ സന്മാർഗമായ കാര്യങ്ങൾ പറയാറില്ല, പക്ഷെ ഇതൊരു സന്മാർഗ ക്ലാസ് അല്ല. ശരിക്കും ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. പ്രായോഗിക തലത്തിൽ ആ മാറ്റങ്ങൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിന്റെ നല്ല പൊരുതുകയും സ്ഥിരത കാണിക്കുകയും വേണം എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറയാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.